ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൺ ക്വസ്റ്റ്. പശുവിൻ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏത്തക്ക സ്റ്റൂ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീഡിയം സൈസുള്ള 2 ഏത്തക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, 2 ടീസ്പൂൺ അരിപ്പൊടി, 5 ടീസ്പൂൺ പഞ്ചസാര, 2 ഏലക്ക പൊടിച്ചത്, നെയ്യ്, 1.5 കപ്പ് വെള്ളം, കാഷ്യൂനട്ട്, മുന്തിരി, 1 കപ്പ് പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് മുന്തിരിയോടെ ആഡ് ചെയ്ത് മുന്തിരിയെല്ലാം ഒന്ന് വീർത്ത് കളറൊന്ന് മാറി വരുന്ന സമയത്ത് അത് കോരി മാറ്റി വയ്ക്കാം. ഏത്തയ്ക്ക മുഴുവനായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു സ്റ്റ്യൂ ഉണ്ടാക്കി കൊടുക്കണം. അതവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തതായി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ച ഏത്തക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിലും ഈ ഒരു ഡിഷ് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചെറുതായി ഒന്ന് വഴറ്റി കൂടെ പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം, 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഏത്തക്കയെല്ലാം കുക്കാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അത് കട്ടിയായി പോകും. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നിർത്താതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഈ മിശ്രിതം ഒന്ന് ചെറുതായിട്ട് തിക്കായി വരുന്നത് കാണാൻ പറ്റും. അരിപ്പൊടി ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പശുവിൻ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റ്യൂ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനലി നമുക്ക് ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റേസിൻസും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തക്ക സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. Thanks for watching.